Good morning. Welcome to online classroom of MTM College. Important disclosure based accounting standards എന്ന നമ്മുടെ ചാപ്റ്ററിലെ നെക്സ്റ്റ് ഷെഡ്യൂൾ, അതായത് നെക്സ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യാനുള്ളത് അക്കൗണ്ടിംഗ് പോളിസീസ്, ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8. ഓക്കെ, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് 8ലോ അതേപോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8ലും പറഞ്ഞിട്ടുള്ളത് എന്താണ് അക്കൗണ്ടിംഗ് പോളിസീസ്, ദെൻ എന്താണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്, അതേപോലെ തന്നെ എറേഴ്സ്. സാധാരണയായിട്ട് നമുക്ക് ഒരു കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള അക്കൗണ്ടിംഗ് പോളിസീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഒരു കമ്പനിയിലുള്ള അക്കൗണ്ടിംഗ് പോളിസീസിനെ ചേഞ്ച് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സ് ഉണ്ടാവും. നമുക്ക് പല കാര്യങ്ങളും എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ടാവും ആ ഒരു എൻറ്റിറ്റിയിൽ. എങ്ങനെ നമുക്ക് ആ എസ്റ്റിമേറ്റ്സിൽ ചേഞ്ചസ് വരുത്താം, ദെൻ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാം, അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8ൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, Accounting Standard 8 guides an entity in selecting and changing accounting policies, change its accounting estimate and in correction of errors. അതിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? നമുക്ക് അക്കൗണ്ടിംഗ് പോളിസീസ് അതേപോലെ തന്നെ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്സ് സെലക്ട് ചെയ്യാം, then അതിൽ ചേഞ്ചസ് വരുത്താം, അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് കറക്ഷൻ നടത്താം. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8ൽ പറഞ്ഞിട്ടുള്ളത്. Then what is the objective? Objective എന്ന് പറയുന്നത് നമുക്കൊരു ക്രൈറ്റീരിയ, നമ്മുടെ അക്കൗണ്ടിംഗ് പോളിസീസ് സെലക്ട് ചെയ്യുന്നതിനും ചേഞ്ച് ചെയ്യുന്നതിനും ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ അക്കൗണ്ടിംഗ് പോളിസീസ് ചേഞ്ച് ചെയ്യുന്നതിനെ ഡിസ്ക്ലോസ് ചെയ്യാനും എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്താനും എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ദെൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്നുള്ളത് നോക്കുക. ദെൻ കറക്ഷൻ ഓഫ് എറേഴ്സ്, എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കറക്ഷൻ നടത്താം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8ലും ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8ലും പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്. ദെൻ വാട്ട് ഈസ് ദ സ്കോപ്പ് ഫോർ ഇറ്റ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8ല് എന്താ പറഞ്ഞിട്ടുള്ളത്, എന്താണ് അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സെലക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്. നമ്മൾ അക്കൗണ്ടിംഗ് പോളിസീസ് സെലക്ട് ചെയ്യാം, ദെൻ അപ്ലൈ ഇറ്റ്, അത് അപ്ലൈ ചെയ്യാം. ദെൻ അക്കൗണ്ടിംഗ് ഫോർ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. അങ്ങനെ അക്കൗണ്ടിംഗ് പോളിസീസ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ദെൻ വാട്ട് ഈസ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, നമ്മൾ എവിടെ എന്ത് ചെയ്യണം, എന്ത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് അവിടെ നടത്തേണ്ടത് എന്നുള്ളത് നോക്കണം. Then the third one is change in accounting estimate. ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, അതായത് അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റിൽ ചേഞ്ചസ് വരുത്താം. എസ്റ്റിമേറ്റ് ചെയ്യുക, നമ്മൾ അസറ്റ് ലയബിലിറ്റീസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു എസ്റ്റിമേഷൻ ഉണ്ട്, ആ എസ്റ്റിമേഷനിൽ ചേഞ്ചസ് വരുത്താം. Then the last one is correction of prior period errors. മുമ്പ്, അതായത് നമുക്ക് ഇപ്പോൾ ഉള്ളതല്ല, മുമ്പ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ള എറേഴ്സിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, കറക്ഷൻ നടത്താം. ഇത്രയാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8ൽ പറഞ്ഞിട്ടുള്ളത്. Then the definition, first definition is for accounting policies. എന്താണ് അക്കൗണ്ടിംഗ് പോളിസി എന്നുള്ളത് നോക്കാം. Accounting policies are the specific principles, bases, conventions, rules and practices applied by an entity in preparing and presenting financial statements. ഒരു എൻറ്റിറ്റിയുടെ, അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് വേണ്ട അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അതുപോലെ അക്കൗണ്ടിംഗ് ബേസസ്, അതിന്റെ കൺവെൻഷൻസ്, നമ്മൾ പറഞ്ഞ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അങ്ങനെ നമ്മൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റൂൾസ്, പ്രാക്ടീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പനിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിനെയാണ്, ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിംഗ് പോളിസീസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരാം? പ്രിൻസിപ്പിൾസ് വരാം, ബേസസ് വരാം, കൺവെൻഷൻസ് വരാം, റൂൾസ് വരാം,
ആൻഡ് പ്രാക്ടീസസ് വരാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോളിസീസിൽ വരാവുന്നതാണ്. Then the next definition is change in accounting estimate. ഇപ്പൊ നമ്മൾ പ്രിൻസിപ്പിളിലെ കാര്യം പറഞ്ഞത് അക്കൗണ്ടിങ് പോളിസീസ് ആണ് നമ്മൾ പറഞ്ഞത്. ദെൻ ഇനി അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അസറ്റോ അല്ലെങ്കിൽ ലയബിലിറ്റിയോ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, നമ്മുടെ എൻറ്റിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ എമൗണ്ടിനെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിന്റെ ക്യാരിങ് എമൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസറ്റ് നമ്മൾ വാങ്ങിക്കുകയാണ്. ആ അസറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്താ, 10 വർഷം നമുക്കത് അതിന്റെ യൂസ്ഫുൾ ലൈഫ് ഉണ്ടാവും. ആ 10 വർഷം നമുക്ക് അസറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഓരോ വർഷവും അതിന് ഇത്ര പെർസെന്റേജ് ഡിപ്രീസിയേഷൻ കണക്കാക്കണം. ഫ്യൂച്ചർ ആണ്, അല്ലാതെ നമുക്ക് എന്തല്ല കഴിഞ്ഞു പോയ കാര്യമില്ല. നമുക്കത് എസ്റ്റിമേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. 10 വർഷം ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 20 വർഷം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനേ ഇതിൽ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പീരീഡ് കൺസംഷൻ, അസറ്റിന്റെ പീരീഡ് കൺസംഷൻ, ഇതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് പുതിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതെന്തല്ല, നമുക്ക് എറർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എറർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാ, ഭാവിയാണ്. നമ്മള് 10 വർഷം ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു, പക്ഷെ 10 വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല, 5 വർഷം കൊണ്ട് തന്നെ അത് കേടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ആൻ എറർ. അതെന്തല്ല, എറർ അല്ല. കാരണം നമ്മൾ ഭാവി നമ്മൾ പ്രവചിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് അതെന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്, നമ്മളൊരു എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പ്രയർ പീരീഡ് എറേഴ്സ്. പ്രയർ പീരീഡ് അതായത് മുമ്പുള്ള സമയത്തെ എറേഴ്സ്. പ്രയർ പീരീഡ് എറേഴ്സ് എന്ന് പറയുന്നത് that may be omissions or misstatement in entities financial statements for one or more prior periods. അതായത് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെന്റ് നടത്താൻ, നമ്മൾ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പ്രയർ പീരീഡ് ആവുന്നത് എപ്പോഴാണ്, അത് നമുക്ക് തൊട്ട് മുമ്പുള്ള മുമ്പുള്ള ഇപ്പോഴത്തെ കറന്റ് അക്കൗണ്ടിങ് പീരീഡ് അല്ല, അതിന്റെ മുമ്പുള്ള അക്കൗണ്ടിങ് പീരീഡിലെ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ള ഓമിഷൻസും അതേപോലെ തന്നെ മിസ്സ്റ്റേറ്റ്മെന്റിനെയാണ് പ്രയർ പീരീഡ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ കറന്റ് ഇയർ എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് 2020-21 ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് നമുക്ക് അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞത് 1920 ആയിരുന്നു, 2019-20 ആയിരുന്നു. ആ 1920 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി, അതിന് തൊട്ട് മുമ്പ് 18-19 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ, അതിലൊക്കെ വരുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് മിസ്റ്റേക്കിലെയാണ് നമ്മൾ എന്ത് പറയാ, പ്രയർ പീരീഡ് എറേഴ്സ് എന്ന് പറയുന്നത്. Then the next definition, that is retrospective application. Retrospective application ഇത് കറക്റ്റ് ആയിട്ട് നോക്കണം, കാരണം ഇനി വരുന്ന ചേഞ്ചസിലൊക്കെ നമുക്ക് ഈ വേർഡ്സ് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്ലൈയിങ് ന്യൂ അക്കൗണ്ടിങ് പോളിസി ടു ട്രാൻസാക്ഷൻസ്, അതർ ഇവന്റ്സ് ആൻഡ് കണ്ടീഷൻസ് ആസ് if that policy had always been applied. Retrospective application എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള അക്കൗണ്ടിങ് പോളിസി, ട്രാൻസാക്ഷനിൽ വരുന്ന അക്കൗണ്ടിങ് പോളിസി അല്ലെങ്കിൽ ഇവന്റ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ്, ഇത് നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ that means that is a retrospective application. Okay, അപ്പൊ നമ്മള് ഈ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷനില് ഏതെങ്കിലും തരത്തിലുള്ള അക്കൗണ്ടിങ് പോളിസി ഒരു ട്രാൻസാക്ഷനിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എന്നാണോ ആ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് അതിന്റെ ഡേ 1 മുതൽ, അതായത് ആദ്യ ദിവസം മുതൽ തന്നെ നമുക്കത് അപ്ലൈ ചെയ്ത് കൊണ്ടുവരണം ടു
അപ് ടു ഡേറ്റ്. അവിടുന്ന് മുതൽ ഡേ 1 ടു അപ് ടു ഡേറ്റ് ആണ്. അതായത് നമുക്ക് ആ ഒന്നാമത്തെ ദിവസം മുതൽ ഇന്ന് വരെയുള്ള ദിവസത്തേക്ക് നമുക്ക് എല്ലാത്തിലും ചേഞ്ചസ് വരുത്തണം ഈ അക്കൗണ്ടിങ് പോളിസി ഉപയോഗിച്ചിട്ട്. അതുകൊണ്ടാണ് അത് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. ഓക്കെ, മറക്കരുത്, കാരണം ഇനി ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളതാണ്. ദെൻ റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റ്. എന്താ റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ is correcting the recognition, measurement and disclosure of amounts of elements of financial statement as if a prior error have never occurred. അതായത് നമുക്ക് ഇനി ഒരു എറർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങള് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. ഒരു എലമെന്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റിലെ എമൗണ്ടുകളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, അത് മെഷർ ചെയ്യുക, അതേപോലെ തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മുൻകാലത്ത് ഒരു എറേഴ്സ് ഇല്ലാത്ത രൂപത്തിലായിരിക്കണം നമുക്ക് റീസ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടത്. ഓക്കെ, റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷനും റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റും. ദെൻ അക്കൗണ്ടിങ് പോളിസീസ്. നെക്സ്റ്റ് നമ്മൾ പറയാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഒന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, സെലക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസീസിന്റെ സെലക്ഷനെയും അതേപോലെ തന്നെ ആപ്ലിക്കേഷനെയും കുറിച്ചാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളൊരു ട്രാൻസാക്ഷനിലെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഐറ്റം അക്കൗണ്ടിങ് പോളിസി അപ്ലൈ ചെയ്യുന്നതിൽ നമ്മൾ അത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെന്റ് അതിന്റെ ജഡ്ജ്മെന്റ് നടത്തണം. അക്കൗണ്ടിങ് പോളിസി എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതെന്താണ് അതിന്റെ റിസൾട്ട്, അത് റെലവെന്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു അക്കൗണ്ടിങ് പോളിസി ആര് അഡോപ്റ്റ് ചെയ്യണം, മാനേജ്മെന്റ് അഡോപ്റ്റ് ചെയ്യണം. ജഡ്ജ്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിമിലർ ആയിട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഡീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ദെൻ അതിന്റെ ഫ്രെയിം വർക്ക്, നമ്മുടെ കമ്പനി എൻറ്റിറ്റിയുടെ ഫ്രെയിം വർക്ക് എങ്ങനെയാണെന്ന് നോക്കണം. ഏത് രൂപത്തിലാണ് നമുക്ക് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യവും കൂടി നോക്കണം. ഇത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യുന്നതും അത് നമ്മുടെ ട്രാൻസാക്ഷനിൽ അപ്ലൈ ചെയ്യുന്നതും. ദെൻ കൺസിസ്റ്റൻസി ഓഫ് അക്കൗണ്ടിങ് പോളിസി. നമുക്ക് അക്കൗണ്ടിങ് പോളിസി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി കൺസിസ്റ്റന്റ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓരോന്ന് മാറ്റം വരുത്താൻ പറ്റില്ല. ഓരോ സമയത്തും ഓരോ പീരീഡിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം, ഓരോ ട്രാൻസാക്ഷനിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. എങ്ങനെയാണോ നമ്മൾ അതിന്റെ വാല്യുവേഷൻ നടത്തുന്നത് ആ ഒരു സെയിം മെത്തേഡിലായിരിക്കണം അതിന്റെ വാല്യുവേഷൻ നടത്തേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്, നമുക്കിവിടെ നമ്മുടെ മെറ്റീരിയലിന്റെ വാല്യുവേഷൻ, ഇൻവെന്ററിയുടെ വാല്യുവേഷൻ നടത്തുന്ന സമയത്ത് FIFO മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് പെട്ടെന്ന് നമുക്കൊരു വെയിറ്റഡ് ആവറേജിലേക്കോ അല്ലെങ്കിൽ LIFO മെത്തേഡിലേക്കോ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഇവിടെ നോക്കേണ്ടത് എന്താ, ഇവിടെ അക്കൗണ്ടിങ് പോളിസി കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഫ്രം ടൈം ടു ടൈം there will not any change in accounting policy. നമുക്ക് അക്കൗണ്ടിങ് പോളിസിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എപ്പോഴും ചേഞ്ചസ് വരുത്താൻ പാടില്ല. ദെൻ ഇനി ചേഞ്ചസ് വരുത്താം, അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ചസ് വരുത്താം. എങ്ങനെയാണ് നമുക്ക് ചേഞ്ചസ് വരുത്തുന്നത്, ഏത് സിറ്റുവേഷനിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എപ്പോഴൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ആ ഒരു അക്കൗണ്ടിങ് പോളിസി മാറ്റണം എന്നുള്ളത് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാം. ദെൻ നമുക്ക് കൂടുതൽ റിലയബിൾ ആയിട്ടും റെലവെന്റ് ഇൻഫർമേഷന് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കാം, അതിന്റെ റിസൾട്ടിൽ കൊടുക്കാം എന്നുണ്ടെങ്കിലും നമുക്ക് അക്കൗണ്ടിങ് പോളിസിയിൽ മാറ്റം വരുത്താം. ഇപ്പോഴുള്ള അക്കൗണ്ടിങ് പോളിസി അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ല രൂപത്തിൽ നമുക്ക് നല്ല റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് മറ്റൊരു അക്കൗണ്ടിങ് പോളിസി അഡോപ്റ്റ് ചെയ്താൽ പറ്റുന്നുവെങ്കിൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ,
അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് അക്കൗണ്ടിങ് പോളിസി ചേഞ്ചസ് വരുത്താം. ദെൻ അക്കൗണ്ടിങ് പോളിസി ചേഞ്ചസ് വരാൻ പറ്റാത്ത, അങ്ങനെ വരുത്താൻ പറ്റാത്ത രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്നിൽ എന്താ പറയുന്നത്, അഡോപ്റ്റിംഗ് an അക്കൗണ്ടിങ് പോളിസി ഫോർ എ ന്യൂ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഓർ ഇവന്റ് നോട്ട് ഡെൽറ്റ് വിത്ത് പ്രീവിയസ്ലി ബൈ ദ എൻറ്റിറ്റി. അതായത് പുതിയ ഒരു ട്രാൻസാക്ഷൻ, ഇതുവരെ ആ എൻറ്റിറ്റി എങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഈ ഒരു ട്രാൻസാക്ഷനില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിങ് പോളിസി മാത്രം ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. പുതിയൊരു ട്രാൻസാക്ഷൻ ആണ്, നമുക്ക് പുതിയ അക്കൗണ്ടിങ് പോളിസി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ദെൻ രണ്ടാമത് പറയുന്ന സിറ്റുവേഷൻ നോക്കിയേ, അഡോപ്റ്റിംഗ് എ ന്യൂ അക്കൗണ്ടിങ് പോളിസി ഫോർ എ ട്രാൻസാക്ഷൻ ഓർ ഇവന്റ് വിച്ച് ഹാസ് നോട്ട് ഒക്കേർഡ് ഇൻ ദ പാസ്റ്റ് ഓർ വിച്ച് വാസ് നോട്ട് മെറ്റീരിയൽ. ഇനി ഇത് നടന്ന ഒരു സംഭവം അല്ലെങ്കിൽ, അതേപോലെ തന്നെ ഇതൊരു മെറ്റീരിയലും അല്ലെങ്കിൽ, നമുക്കൊരു മെറ്റീരിയൽ ഫാക്ട് അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു അക്കൗണ്ടിങ് പോളിസി നമുക്ക് അഡോപ്റ്റ് ചെയ്ത് നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറഞ്ഞെങ്കിൽ അതൊക്കെ അറിയണം. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുള്ളൂ. അങ്ങനെ നടക്കാത്തൊരു ട്രാൻസാക്ഷൻ, പാസ്റ്റിലെ മുമ്പ് നടക്കാത്ത ട്രാൻസാക്ഷൻ ഇനി വരും എന്ന് വിചാരിച്ചിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിങ് പോളിസിയിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, got it. Then the next one, applying changes in accounting policies. നമുക്ക് അക്കൗണ്ടിങ് പോളിസീസ് ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന് എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, an entity shall account for a change in accounting policy resulting from the initial application of Indian accounting standard in accordance with the specific transitional provision, if any, in that Indian accounting standard. Indian accounting standard പ്രകാരം നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ട്രാൻസിഷണൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നമുക്ക് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മസ്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ആ ഒരു ചേഞ്ച് നമുക്കതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതെങ്ങനെയാ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്, എന്നാണോ ചേഞ്ചസ് വരുന്നത്, ഇന്നാണ് ആ ചേഞ്ചസ് വരുത്തുന്നത്, ഇന്ന് മുതൽ ആണ് ആ ചേഞ്ചസ് വരുത്തേണ്ടത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്കത് ചേഞ്ചസ് വരുത്തിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, അത് എന്നാ ചേഞ്ചസ് വരേണ്ടത് ആ ദിവസം മുതൽ നമ്മൾ ആ ചേഞ്ചസ് വരുത്തും. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താ, if there is no specific transitional provision, അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലെങ്കിൽ, applying to that change or an accounting policy, നമുക്ക് അങ്ങനെ ഒരു പോളിസി ഇല്ല, ഏതെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള ഒരു പോളിസി ഇല്ല, നമ്മൾ എന്താ ചെയ്യുന്നത്, വളണ്ടർലി ചേഞ്ച് ആണ്, നമ്മുടെ സ്വമേധയാ നമ്മളൊരു മാറ്റം വരുത്താണ് അക്കൗണ്ടിങ് പോളിസിയിലെ. അങ്ങനെ നമ്മൾ സ്വമേധയാ അക്കൗണ്ടിങ് പോളിസിയിൽ മാറ്റം വരുത്തുന്ന സമയത്ത് അതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണ് വരിക. അതായത് നമുക്ക് അങ്ങനെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മളൊരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ, എന്നാണോ നമ്മുടെ എൻറ്റിറ്റിയുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ തുടങ്ങുന്ന ദിവസം, ആ എൻറ്റിറ്റി തുടങ്ങുന്ന ദിവസം എന്ന് മുതലാണോ അന്ന് മുതൽ നമ്മൾ ആ ചേഞ്ചസ് വരുത്തിയേ പറ്റൂ. ഇപ്പൊ ഇത് 2015 ഏപ്രിൽ 1 തുടങ്ങിയതാണെങ്കിൽ നമ്മളിപ്പോ ഇന്നത്തെ ഡേറ്റ് എത്രയാണ്, ഇന്ന് നമുക്ക് ഇന്ന് ഒരു എക്സാമ്പിൾ പറയാ, ഇന്ന് എന്ന് പറയുന്നത് ഒക്ടോബർ 1 ആണ്, 2020 ഒക്ടോബർ 1 ആണ്. അപ്പൊ നമ്മൾ വളണ്ടറി ആയിട്ട് ഒരു ചേഞ്ചസ് വരുത്താം, നമ്മൾ സ്വമേധയാ നമ്മളൊരു ചേഞ്ച് അക്കൗണ്ടിങ് പോളിസിക്ക് ഒരു ചേഞ്ചസ് വരുത്തി, അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങണം. അത് 2015 ഏപ്രിൽ 1 മുതലുള്ള ട്രാൻസാക്ഷനിലെല്ലാം നമ്മൾ അക്കൗണ്ടിങ് പോളിസി അഡോപ്റ്റ് ചെയ്തേ പറ്റൂ. അല്ല, പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്കതൊരു റിക്വയർമെന്റ് വന്നു അത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒക്ടോബർ 1 ആണെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ചേഞ്ചസ് വരുത്തിയാൽ മതി. സ്വമേധയാണെങ്കിൽ ആദ്യം മുതലും നമ്മള് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ റിക്വയർമെന്റ് പ്രകാരമാണെങ്കിൽ അത് എന്ന് മുതലാണ് ആ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ദെൻ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്,
Okay, when a change in accounting policy is applied retrospectively, it requires the entity to adjust the opening balance of each affected component of equity for the earliest period, prior period, presented as other comparative amount disclosed for each prior period presented, and if new accounting policies is always been applied. എങ്ങനെ എന്ത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണോ ഫ്രം ഡേ 1, നമുക്ക് എന്ന് തുടങ്ങി ആ എൻറ്റിറ്റിയുടെ തുടക്കം എന്നാണോ അന്ന് മുതലുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തിയേ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കമ്പാരിറ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിസൺ നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെയിം അക്കൗണ്ടിങ് പോളിസി അഡോപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയേ. Star Limited had purchased a building on April 1st, 2004. It is the only asset in the building class of asset. It is decided to adopt a revaluation model for the building. During the financial year 2019-20, Star Limited decided to change the accounting policy for building to cost model. How will you account for the change in accounting policy? നമ്മള് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി 2004 ഏപ്രിൽ 1 ഒരു ബിൽഡിംഗ് വാങ്ങിക്കുകയാണ്. ആ ബിൽഡിംഗ് വാങ്ങിച്ചത് സാധാരണ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ് നമുക്ക് ആ ഒരു ഐറ്റത്തിലേക്ക് നമ്മളത് കൊടുത്തു. ദെൻ നമുക്കതിന്റെ റീവാലുവേഷൻ മോഡൽ എന്ന് പറയുന്നത് ഓരോ വർഷം നമ്മൾ റീവാല്യൂ ചെയ്യും ഓരോ അസറ്റിനെയും. അങ്ങനെ അതിന്റെ റീവാലുവേഷൻ മോഡലിന്റെ അതൊന്ന് നമുക്ക് എന്ത് ചെയ്തു, അത് വ്യത്യാസം വരുത്തി നമുക്ക് അതിന്റെ റീവാലുവേഷൻ മോഡലില് വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് അസറ്റ് വാല്യൂവിൽ വ്യത്യാസം വരും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 2019-20, സ്റ്റാർ ലിമിറ്റഡ് ഡിസൈഡഡ് ടു ചേഞ്ച് ദ അക്കൗണ്ടിംഗ് പോളിസി ഫോർ ദ ബിൽഡിംഗ് കോസ്റ്റ് മോഡൽ. അപ്പൊ നമുക്ക് റിവാലുവേഷൻ മോഡൽ എന്ന് പറയുന്നത് എന്താക്കി മാറ്റി, കോസ്റ്റ് മോഡലാക്കി മാറ്റി. ദെൻ അക്കൗണ്ടിങ്ങിന് എങ്ങനെയാണ് ഇതിന്റെ ചേഞ്ചസ്, അക്കൗണ്ടിങ് പോളിസിയിൽ വരുന്ന ചേഞ്ച് ആണ് എങ്ങനെ നമുക്ക് ഇതിന്റെ അക്കൗണ്ടില് ഉള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ 2004 വാങ്ങിയിട്ടുള്ള ബിൽഡിങ് 2019-20 എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് ഒരു റിവാല്യൂ ചെയ്യുന്ന മെത്തേഡിൽ വ്യത്യാസം വരുത്തിയിട്ടുള്ളത് ഇല്ലേ. അങ്ങനെ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ 2019-20 തുടക്കത്തിലുള്ള ഈ ഒരു കാര്യം നമുക്ക് അതിന്റെ തൊട്ട് മുന്നുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ട്. ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ദെൻ എങ്ങനെയാണ് നമുക്ക് ആൻസർ എഴുതുക? സ്റ്റാർ ലിമിറ്റഡ് വിൽ ഹാവ് നോ റീകാൽക്കുലേറ്റ് have to recalculate the cost and the depreciation on the building since the purchase of the building, that is April 1st, 2004. അതായത് 2004 ഏപ്രിൽ 1 മുതൽ എന്ത് ചെയ്യണം, നമുക്ക് റീകാൽക്കുലേഷൻ ചെയ്യണം വേണ്ടേ? കാരണം എന്താ, അതിന്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്, അതിന്റെ കോസ്റ്റ് എത്രയാണ് വരിക എന്നുള്ള കാര്യങ്ങൾ നമ്മളത് ആദ്യം മുതലേ അറിയണം. ദെൻ 2019-20 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റില് നമുക്ക് ഒരു അഡീഷണൽ ബാലൻസ് ഷീറ്റ് 2018 ഏപ്രിൽ 1 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ പ്രസന്റേഷൻ നമ്മളവിടെ നടത്തണം. ദെൻ അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ WDV, റിട്ടേൺ ഡൗൺ വാല്യൂ നമുക്ക് ഏപ്രിൽ 1, 2018 ഏപ്രിൽ 1 മുതൽ കോസ്റ്റ് മോഡലാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ ആദ്യം ആ ഒരു ബാലൻസ് ഷീറ്റിൽ അതിനെ അഫക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, 2019-20 കാലഘട്ടത്തിലാണ് അതിനെ റീവാല്യൂ ചെയ്യുന്നത്. എന്നാൽ പോലും പ്രയർ പീരീഡിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ അതിന്റെ എഫക്ട് കൊണ്ടുവരണം. ഓക്കെ, റിട്ടേൺ ഡൗൺ വാല്യൂ 2018, 2019-20 ഈ കാലഘട്ടങ്ങളിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെല്ലാം നമ്മൾ റിവൈസ് ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ നോക്കേണ്ടത് എന്താന്ന് വെച്ചാല് പ്രിൻസിപ്പിൾസിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ
എടുക്കുന്ന തീരുമാനത്തില് നമ്മൾ എടുക്കുന്ന തീരുമാനമായിരിക്കും ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഒന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ നമ്മൾ നടത്തണം. അതായത് ആദ്യം മുതലേ നമ്മൾ അത് എന്ത് ചെയ്യണം, അതിന് മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് എഴുതുക. ഇവിടെ ഒരു ആൻസർ ആയിട്ട് എഴുതേണ്ടത് അതാണ്. നമുക്കവിടെ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചേഞ്ച് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുന്നതിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് എന്താ, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ റിക്വയർമെന്റ് പ്രകാരമാണോ മാറ്റുന്നത്, അത് മാനേജ്മെന്റ് തീരുമാന പ്രകാരമാണോ മാറ്റുന്നത് എന്ന് നോക്കണം. മാനേജ്മെന്റ് തീരുമാന പ്രകാരമാണെങ്കിൽ അതില് എന്ത് കൊണ്ടുവരണം, ആ റിട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, സാധാരണ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ഇന്ന് മുതലുള്ള ട്രാൻസാക്ഷനിൽ അതിന്റെ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഓക്കെ, then next one, limitations of retrospective application. retrospective application നടത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻ എന്നുള്ളത് നോക്കാം. retrospective applicationന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ആപ്ലിക്കബിലിറ്റി ആണ്. retrospective application അറിയാലോ, ആദ്യം മുതൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ അതിൽ അഡോപ്റ്റ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചില നമ്മളൊരു അസറ്റ് വാങ്ങിക്കുമ്പോ നേരത്തെ പറഞ്ഞ ഒരു കേസിൽ നമ്മൾ ആദ്യം മുതലേ വരുന്ന ചേഞ്ചസ് വരുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കബിൾ അല്ല. ഇതാണ് നമുക്ക് retrospective application വരുമ്പോൾ ഉള്ള പ്രശ്നം. അസറ്റ് ലയബിലിറ്റീസ് ഇതിന്റെ വാല്യുവേഷൻ ഒക്കെ ഉണ്ടല്ലോ, ക്യാരിങ് എമൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ മാറ്റം വരുത്തുമ്പോൾ ആദ്യം മുതലേ ഉള്ളത് മാറ്റം വരുത്തണം. അപ്പൊ ഒരു 10 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ 10 വർഷം മുമ്പത്തത് മുതലേ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേ ഇരിക്കണം. ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ. ഓക്കെ, then next one, change in accounting estimate. ഓക്കെ, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിൽ വരുന്ന ചേഞ്ചസ്. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് എപ്പോഴാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത് അത് നോക്കാം. നമുക്ക് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ പ്രോസസ്. നമുക്ക് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. കാരണം ഫ്യൂച്ചറിൽ നടക്കുന്ന പ്രോസസ് എന്നല്ല പറയാം, നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞില്ലേ, ഒരു അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത്ര വർഷത്തേക്ക് നമ്മളത് എഫിഷ്യന്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ കണക്കൂട്ടുന്നതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എസ്റ്റിമേറ്റില് നമുക്ക് എന്ത് വരാം, റിവിഷൻസ് വരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു 10 വർഷം മുമ്പ് ഒരു മെഷീനറി വാങ്ങി, അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ 10 വർഷമാണ് നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് പറഞ്ഞത്. പക്ഷെ 10 വർഷം കഴിഞ്ഞിപ്പോ 12 വർഷം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ബേസിൽ നമ്മൾ പുതിയൊരു മെഷീനറി വാങ്ങിയാൽ ഇതേപോലെ ഓടണം എന്നില്ല. ഒരിക്കലും പ്രയർ പീരീഡ്, അതിന്റെ പ്രയർ നമുക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എസ്റ്റിമേഷൻ നടത്താൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്ത് വരാം, എസ്റ്റിമേറ്റ്സിൽ ചേഞ്ചസ് വരാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈഗിൾ എയർവേസ് ഹാസ് ആൻഡ് എയർലൈൻ ഫ്ലൈറ്റ്സ്. ദിസ് വിൽ റെഡ്യൂസ് ദയർ യൂസ്ഫുൾ ലൈഫ്. Hence, this will not to accelerate depreciation and fleet. New legislation will ban them for use international review their residual values. State whether this is a change in accounting policy or change in estimate as per Indian Accounting Standard 8. ഇത് അക്കൗണ്ടിങ് പോളിസിയിലുള്ള മാറ്റാണോ, അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എസ്റ്റിമേറ്റിലുള്ള മാറ്റാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈഗിൾ എയർവേസിലെ നമുക്ക് എന്തുണ്ട്, എയർലൈൻ ഫ്ലൈറ്റ്സ് ഉണ്ട്. ദെൻ അതിന്റെ യൂസ്ഫുൾ ലൈഫ്സ് എന്ന് പറയുന്നത് അത് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു ടൈമില് വ്യത്യാസം വരുത്തി. അപ്പൊ നമുക്ക് 5 വർഷം ഓടും എന്ന് പറയുന്നതില് നമ്മൾ എന്ത് ചെയ്യാണ്, 4 വർഷം ഓടുള്ളൂ എന്നാക്കി. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയണേ. Hence, this will not accelerate depreciation and fleet. നമുക്ക് അതില് എന്തിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിപ്രീസിയേഷനും ഫ്ലീറ്റ് ഒക്കെ വരുന്ന നമുക്ക് ഈ എയർലൈൻസില് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊന്നും കൂടുതലാക്കാൻ പറ്റുന്നില്ല. ദെൻ നമുക്ക് ഇന്റർനാഷണൽ റിവ്യൂ, അതേപോലെ തന്നെ അതിന്റെ റെസിഡ്യൂവൽ വാല്യൂസിൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റുന്നില്ല. ഇനി പറയാ, ഇതൊരു പ്രിൻസിപ്പിൾ ആണോ, അക്കൗണ്ടിങ് പോളിസി ആണോ, അത് എസ്റ്റിമേറ്റ് ആണോ, ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ആണോ, ചേഞ്ച്
എസ്റ്റിമേറ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അറിയാലോ നമുക്ക് യൂസ്ഫുൾ ലൈഫ്സ് ഒക്കെ എന്താ വരിക എന്നുള്ളത്. then this is not a change in accounting policy. ഇത് അക്കൗണ്ടിംഗ് പോളിസിയുടെ ചേഞ്ച് അല്ല. അക്കൗണ്ടിംഗ് പോളിസിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ ലൈഫ്സിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിന്റെ കേസിൽ വരില്ല. ഓക്കെ, നമുക്ക് അതിന്റെ ഡിപ്രീസിയേഷൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത് എന്തായിട്ട് വരുന്നു, അത് അക്കൗണ്ടിംഗ് പോളിസി ആയിട്ട് വരും. പക്ഷെ ഇതെന്താണ്, അതിന്റെ എസ്റ്റിമേറ്റ് ചെയ്യാണ്, ഇത്ര വരും, ഭാവിയിലെ കാര്യങ്ങൾ പറയാണ്, അതിന്റെ യൂസ്ഫുൾ ലൈഫ്സ് ഇത്രേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതെന്താണ്, നമുക്ക് ഡിപ്രീസിയേഷൻ ഇൻ ദ കറന്റ് ആൻഡ് ഫ്യൂച്ചർ പീരിയഡ് വിൽ ഇൻക്രീസ്. നമുക്കത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് കറന്റ് ഇയറിൽ ഇതിലൊക്കെ നമുക്കത് ഇൻക്രീസ് ചെയ്യാം. കാരണം എന്താ, അതില് റിവിഷൻ ഒന്നും നമുക്ക് ദിസ് ഈസ് എ റിവിഷൻ ഫോർ എസ്റ്റിമേറ്റ്, അതായത് എസ്റ്റിമേറ്റിൽ വരുന്ന റിവിഷൻ ആണ്, അതിൽ വരുന്ന ചേഞ്ചസ് ആണ്, യൂസ്ഫുൾ ലൈഫിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്യുന്നത്, ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, then ചേഞ്ച് ഇൻ മെഷർമെന്റ് ബേസിസ്. ഇനി മെഷർ ചെയ്യുന്ന ബേസിൽ വരുന്ന ചേഞ്ചസ് അതെന്താ, എ ബിസിനസ് മേ റിക്വയർ ചേഞ്ച് ടു ബി മെയ്ഡ് ഇൻ മെഷർമെന്റ് ബേസിസ് അപ്ലൈഡ്. അതായത് നമുക്ക് മെഷർ ചെയ്യാന് ഉള്ള ആ ബേസിൽ വരുന്ന വ്യത്യാസങ്ങള്. ഓക്കെ, നമുക്ക് ഇതെന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അക്കൗണ്ടിംഗ് പോളിസി ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലാതെ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് ആയിട്ടല്ല. ഇവിടെ നമ്മൾ ചേഞ്ചസ് മനസ്സിലാക്കുക, അതിന്റെ ആ ഒരു കമ്പാരിസൺ നോക്കുക. മെഷർമെന്റ് ബേസ് ആണെങ്കിൽ അത് അക്കൗണ്ടിംഗ് പോളിസി ആണ്, അങ്ങനെയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മെഷർമെന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും ഇല്ലേ. അപ്പൊ അതിന്റെ ഒരു വേർഡ്സ് വെച്ചുകൊണ്ടാണ് നമുക്കത് എസ്റ്റിമേറ്റ് ആണോ പോളിസി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതിലെ നെക്സ്റ്റ് എക്സാമ്പിൾ പറയാണ്. ഇനി നമുക്ക് മെഷർമെന്റ് ബേസിസ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് പോളിസി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. Then Arun Limited's investment property has been accounted for cost. Now it revalues its property. State whether it is a change in accounting policy or estimate as per Indian Accounting Standard 8. ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ റിവാലുവേഷൻ ആണോ നടത്തുന്നത് എന്നുള്ളത് നോക്കാം. റിവാലുവേഷൻ ആണോ അതോ അതിന്റെ ലൈഫ് എസ്റ്റിമേറ്റ് ചെയ്യാണോ എന്നുള്ളത് നോക്കാം. അപ്പൊ റിവാലുവേഷൻ ഒക്കെ ആണെങ്കിൽ അത് നിർബന്ധമായിട്ടും അതൊരു മെഷർമെന്റ് ആയിട്ട് വരും ഇല്ലേ, മെഷർമെന്റ് ബേസ് ആയിട്ട് വരും. ആ മെഷർമെന്റ് ബേസ് എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഇസ് ആൻ അക്കൗണ്ടിംഗ് പോളിസി. നമുക്ക് ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് പോളിസി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് നോട്ട് എ എസ്റ്റിമേറ്റ്. നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ ഇനി നമ്മളിപ്പോ ഈ പറഞ്ഞതില് ലൈഫ് നോക്കുമ്പോ അത് എസ്റ്റിമേറ്റ് ആവും, റിവാല്യൂ ചെയ്യുമ്പോൾ അത് പോളിസി ആവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇനി നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ ഡിസ്റ്റിങ്വിഷിങ് ചേഞ്ച് ഇൻ പോളിസി ആൻഡ് ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ്. നമുക്ക് പോളിസിയിൽ വരുന്ന ചേഞ്ച് ആണോ എസ്റ്റിമേറ്റിൽ വരുന്ന ചേഞ്ച് ആണോ എന്ന് നമുക്ക് ശരിക്കും അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒക്കെ രണ്ടും കൂടി വരികയൊക്കെ ആണെങ്കിൽ ഏതായിട്ട് നമ്മൾ പറയും എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് റിവാലുവേഷൻ വരുന്നുണ്ടായിരിക്കാം, അതില് നമുക്ക് അതിന്റെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും വരുന്നുണ്ടാവാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയേ. On 1st April 2016, a company purchased a machine for rupees 8 lakh. The residual value of the machine at the end of its useful life, that is 10 years, is rupees 60,000. Up to 31st March 2019, the depreciation was charged under straight line method. However, the company switched over to return down value method, that is WDV, at 15% per annum from 2019 to 20 onwards, with retrospective effect from 1st April 2016. The company revised the useful life of the machine to 15 years. How will you treat the above change in the financial statement of the company for the year ended 31st March 2020 in accordance with Indian Accounting Standard 8? ഇതില്
ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 1/4/2016 8 ലക്ഷം രൂപയ്ക്ക് എന്ത് വാങ്ങിക്കുന്നു? ഒരു മെഷീൻ വാങ്ങിക്കുന്നു. അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് 10 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. 10 വർഷത്തിന് ശേഷം അത് വിറ്റാൽ കിട്ടുന്ന പൈസ 60,000 രൂപയാണ്. 31/3/2019 വരെ, അതായത് 16 കഴിഞ്ഞ 17, 18, 19 ഈ 3 വർഷം അതിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരുന്നത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലായിരുന്നു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരുന്നത്. എളുപ്പമാണ് അത് കണ്ടുപിടിക്കാൻ, ഇല്ലേ? ദെൻ കമ്പനി ആ 3 വർഷത്തിന് ശേഷം അത് എന്താക്കി മാറ്റുകയാണ്? WDV, അതായത് റിട്ടേൺ ഡൗൺ വാല്യൂയിലേക്ക് മാറ്റാണ്. റിട്ടേൺ ഡൗൺ വാല്യൂയിലേക്ക് മാറ്റുന്നത് 15% ആക്കി മാറ്റുന്നു. ദെൻ അത് എങ്ങനെയുള്ള എഫക്റ്റാ വരുന്നത്? റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ് പറയുന്നത്. അപ്പൊ ആദ്യം മുതലുള്ള കാൽക്കുലേഷൻ നമ്മൾ നടത്തണം. അതായത് എന്നാണോ മെഷീൻ വാങ്ങിച്ചിട്ടുള്ളത് അന്ന് മുതലുള്ള കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം, വേണ്ടേ? ദെൻ the company revised the useful life of the machine to 15 years. അപ്പൊ നമ്മൾ നേരത്തെ 10 വർഷമാണ് യൂസ്ഫുൾ ലൈഫ് പറഞ്ഞത്, ഇവിടെ 15 വർഷമാക്കി. ഇവിടെ നോക്കിയേ, നമ്മൾ റീവാല്യൂ ചെയ്യുന്നത് അക്കൗണ്ടിങ് പോളിസി ആണ്, ഇല്ലേ? ഇവിടെ ലൈഫ് പറയുന്നത് എസ്റ്റിമേറ്റ് ആണ്. രണ്ടും വന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഇത് നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? How will you treat the above change in the financial statement of the company for the year ended 31st March 2020? ഇനി ഇതെങ്ങനെ, ഇതിന്റെ എഫക്ട് എങ്ങനെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് ഇയറിലെ കൊണ്ടുവരും? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 പ്രകാരം ഇങ്ങനെ നമ്മൾ കൊണ്ടുവരും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം ഇതിൽ ചെയ്യേണ്ടത് എന്താ? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നോക്കുക, ഓരോ വരിയിലും നോക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം 3 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രൈറ്റ് ലൈൻ പ്രകാരം നമ്മൾ അതിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാ? അസറ്റ് വാല്യൂ എത്രയുണ്ട്? 8 ലക്ഷം മൈനസ് റെസിഡ്യൂവൽ വാല്യൂ. റെസിഡ്യൂവൽ വാല്യൂ നമുക്ക് എത്ര തന്നിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിന്റെ റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത് 60,000 ആണ്. അപ്പൊ 8 ലക്ഷം അതിന്റെ വാല്യൂ മൈനസ് റെസിഡ്യൂവൽ വാല്യൂ 8 ലക്ഷം മൈനസ് 60,000 ഡിവൈഡഡ് ബൈ എത്രയാണ് അതിന്റെ ലൈഫ് പറഞ്ഞിട്ടുള്ളത്? 10 വർഷമാണ് അതിന്റെ ലൈഫ് പറഞ്ഞിട്ടുള്ളത്. 8 lakh മൈനസ് 60,000 ദാറ്റ് ഈസ് എത്ര ഉണ്ടാവും? 7,40,000 ഉണ്ടാവും. ഡിവൈഡഡ് ബൈ 10 എത്ര ഉണ്ടാവും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം 74,000 രൂപയാണ് ആ മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ വരുന്നത്. ഒരു വർഷത്തെ കണക്കാണ് നമ്മളിപ്പോ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 74,000 രൂപ എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ 3 വർഷത്തേക്ക് അതിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, അതായത് 2019 ഡിപ്രീസിയേഷൻ 74,000 ഇൻറ്റു 3 2,22,000. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്, അപ്പൊ ഇപ്പൊ മെഷീനറിയുടെ ബുക്ക് വാല്യൂ എത്ര ഉണ്ടാവും? 8 ലക്ഷം രൂപയെന്ന് വാങ്ങിക്കുമ്പോ അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ 2,22,000 കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോ ആ ഒരു മെഷീനറിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ 5,78,000. ഇപ്പൊ 3 വർഷം കഴിഞ്ഞിട്ട് 5,78,000 രൂപക്കുള്ള അസറ്റ് ഉണ്ട്. ഇനി നമ്മളത് മാറ്റുകയാണ്. നമ്മുടെ ഡിപ്രീസിയേഷന്റെ മെത്തേഡ് മാറി റിട്ടേൺ ഡൗൺ വാല്യൂയിലേക്ക് മാറുകയാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ മെഷീനറി വാങ്ങിയത് മുതലുള്ള എഫക്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരണം. എന്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ? നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൊ തന്നെ ലെസ് ചെയ്തിട്ടാണ് പോകുന്നത്, ഇല്ലേ? എവിടെ നോക്കുക, ഫസ്റ്റ് കോസ്റ്റ് നമ്മള് അത് ആ ഒരു സമയത്ത് 1/4/2016 കോസ്റ്റ് 8 ലക്ഷമായിരുന്നു. ആ 8 ലക്ഷത്തിൽ നിന്ന് 15% ഡിപ്രീസിയേഷൻ, 8 ലക്ഷത്തിന്റെ 15% എത്ര കിട്ടും? 1,20,000 നമുക്ക് കിട്ടും. ആ 1,20,000 ഡിപ്രീസിയേഷൻ നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്യുന്നു. ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ 8 ലക്ഷത്തിൽ നിന്നും 1,20,000 നമ്മൾ ലെസ് ചെയ്യുന്നു. 8 ലക്ഷത്തിന്റെ 15% 1,20,000 എന്ന് പറഞ്ഞില്ലേ? നമുക്ക് കിട്ടുന്നത് 2017 ആകുമ്പോഴേക്കും 2016 കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ വാല്യൂ എത്രയായി മാറി? 6,80,000 ആയി മാറി. ഇതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? 6,80,000 15% വീണ്ടും കാണുന്നു. 6,80,000 15% എന്ന് പറയുന്നത് 1,02,000 രൂപ.
ദെൻ നമ്മൾ എന്ത് ചെയ്യുക, 6,80,000 നിന്നും 1,02,000 ലെസ് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്നത് 5,78,000 കിട്ടും. ദെൻ മൂന്നാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യണം, 5,78,000 15% വീണ്ടും കാണും. അങ്ങനെ കിട്ടിയത് 86,700 രൂപ കിട്ടി. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയ എമൗണ്ട് 4,91,300. അപ്പൊ രണ്ടിന് വ്യത്യാസം വന്നില്ലേ? നമുക്ക് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം 3 വർഷം കഴിഞ്ഞപ്പോ ആ മെഷീനറിയുടെ വാല്യൂ 5,78,000. റിട്ടേൺ ഡൗൺ വാല്യൂ വന്നപ്പോ അത് 3 വർഷം കഴിഞ്ഞപ്പോ അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 4,91,300. വ്യത്യാസം വന്നു ഇല്ലേ? അത് നമ്മൾ ആ വാല്യൂ റിവാല്യൂ ചെയ്യുന്ന സമയത്തിലൊക്കെ വ്യത്യാസം വന്നു. ആ മെഷീനറിയുടെ വാല്യൂയിൽ തന്നെ നമുക്ക് മാറ്റം വന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നെക്സ്റ്റ് നമ്മൾ അതിന്റെ വ്യത്യാസങ്ങൾ കണ്ടെത്തുക. അപ്പൊ നമ്മള് ടോട്ടൽ ഡിപ്രീസിയേഷൻ ആദ്യത്തെ മെത്തേഡ് പ്രകാരം 2,22,000 വന്നു. ദെൻ പുതിയ മെത്തേഡ് പ്രകാരം നമുക്ക് എത്ര കിട്ടി? 3,08,700. റിട്ടേൺ ഡൗൺ വാല്യൂ പ്രകാരം 1,20,000 ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ, രണ്ടാമത്തെ ഡിപ്രീസിയേഷൻ 1,02,000. ദെൻ മൂന്നാമത്തെ വർഷം 86,700. ഈ മൂന്നും കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയത് 3,08,700. രണ്ട് ഡിപ്രീസിയേഷന്റെ വ്യത്യാസം നോക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് എക്സസ് എത്ര വന്നു എന്നുള്ളത് നോക്കാം. എക്സസ് എത്ര ഡിപ്രീസിയേഷൻ അവിടെ ചാർജ് ചെയ്തത്? 76,700 രൂപ കൂടുതൽ വന്നു ഇല്ലേ? അതായത് എങ്ങനെ കിട്ടി? 3,08,700 മൈനസ് 2,22,000, 76,700 കൂടുതൽ വന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ 2019 വരെയുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 2019, 20 നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഡിപ്രീസിയേഷൻ ഫോർ ദ ഇയർ. ഇപ്പൊ ചെയ്യേണ്ടത് റിട്ടേൺ ഡൗൺ വാല്യൂ പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇല്ലേ? ഈ വർഷം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യാം? ഇതുവരെ നമ്മൾ 3 വർഷം കഴിഞ്ഞപ്പോ നമ്മുടെ മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4,91,300 രൂപ ഉണ്ടായിരുന്നു. അതിന്റെ 15% നമ്മൾ കണ്ടു. 73,695 രൂപ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ട്. അതായത് 2020 ഡിപ്രീസിയേഷൻ 73,695 രൂപ. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ ടോട്ടൽ ചാർജ് ചെയ്യേണ്ടത് എത്രയാണ്? ഇവിടെ നമ്മള് കിട്ടിയത് 76,700. 76,700 രൂപയാണ് നമുക്ക് എന്തായിട്ട് വന്നിട്ടുള്ളത്? എക്സസ് ആയിട്ട് നമുക്ക് ഇവിടെ ചാർജ് ചെയ്യേണ്ടത് ഇല്ലേ? എക്സസ് ആയിട്ട് നമ്മൾ ഇവിടെ വന്നത്. കാരണം ഇതുവരെ നമ്മൾ സ്ട്രൈറ്റ് ലൈനിൽ ആക്കിയപ്പോ ഇത്രയും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമ്മൾ മാറ്റം വരുത്തിയപ്പോ ഇത്രയും തുക കൂടി ഡിപ്രീസിയേഷനിലേക്ക് കൊടുക്കേണ്ടി വന്നു. ദെൻ ഈ വർഷത്തെ ഡിപ്രീസിയേഷന്റെ തുകയായിട്ടുള്ള 73,695 കൊടുക്കേണ്ടി വന്നു. ഇതെന്തായാലും നമുക്ക് കൊടുക്കണം. എക്സ്ട്രാ നമുക്ക് വന്ന എമൗണ്ട് കൂടി ഇവിടെ കൊടുത്തിട്ട് ഈ വർഷം ടോട്ടൽ 1,50,395 രൂപ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരികയാണ്. നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് ഈ വർഷം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കേണ്ടി വരികയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള കാര്യം ഇത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? രണ്ടും വന്നു. അക്കൗണ്ടിങ് പോളിസിയിലുള്ള ചേഞ്ച് വന്നു, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിലുള്ള ചേഞ്ചസും വന്നു. രണ്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്? എസ്റ്റിമേറ്റ് ചേഞ്ചിന് എസ്റ്റിമേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാണോ മാറ്റം വരുന്നത് അന്ന് മുതലുള്ള ചേഞ്ചസ് മതി. റെട്രോസ്പെക്റ്റീവ് ആവുമ്പോ എന്താണ്? ആദ്യം മുതലേ നമ്മൾ മാറ്റം വരുത്തണം. കണ്ട നേരത്തെ നമ്മൾ ചെയ്തില്ലേ? എന്ത് ചെയ്യേണ്ടി വന്നു? ആ മെഷീനറി വാങ്ങിയത് മുതലേ ആ മാറ്റം വരുത്തേണ്ടി വരികയാണ്. ഇവിടെ എങ്ങനെയാണ് നമുക്ക് പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ നടത്തേണ്ടത്? പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എപ്പോഴാണ് നടത്തേണ്ടത്? The period of the change, if the change affects the period only. The example bad debt, നമുക്ക് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞു, ആ ചേഞ്ച് ആ ഒരു പീരീഡിൽ മാത്രമാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അത് എന്താ വരിക? പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണ്.
നമുക്ക് പെട്ടെന്ന് ചേഞ്ച്, എല്ലായിടത്തും ചേഞ്ച് വരുത്തണ്ട. ഇപ്പൊ ഒരു ബാഡ് ഡെപ്റ്റ് വന്നുള്ളൂ. ഇതുവരെ അയാൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നിരുന്നു. ഈ വർഷം മാത്രമേ ബാഡ് ഡെപ്റ്റ് വന്നിട്ടുള്ളൂ. പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ മതി. Then second എന്താ പറയുന്നത്? The period of the change for future period if the change affects both, for example estimated useful life and depreciable assets. ഇനി നമുക്ക് ഇവിടെ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പീരീഡിൽ വരുന്ന ചേഞ്ചസും അതേപോലെ തന്നെ ഇപ്പൊ വരുന്ന ചേഞ്ചസ്, രണ്ട് ചേഞ്ചസും എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ നടത്തിയാൽ മതി. ഇപ്പോഴും അതേപോലെ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ദെൻ ഭാവിയിലുള്ളതും. അപ്പൊ ആദ്യം മുതലേ നമ്മൾ മാറ്റം വരുത്തണ്ട. ഒക്കെ കറന്റ് ഇയർ മുതൽ മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ. ഇനി എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എറേഴ്സ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ മിസ്റ്റേക്ക് ആവാം, അക്കൗണ്ടിങ് പോളിസിയുടെ അപ്ലൈ ചെയ്യുന്നതിലുള്ള വ്യത്യാസമാവാം, മിസ് ഇന്റർപ്രിട്ടേഷൻ ആവാം, നമ്മൾ കിട്ടാക്കടങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അതിൽ ചേർത്തിട്ട് ചെയ്യുന്നതാവാം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നടത്താം? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം നമ്മൾ അതിനെ റീസ്റ്റേറ്റ് ചെയ്യാം. നമുക്ക് എപ്പോഴാണ്, എവിടെയാണ് പ്രയർ പീരീഡിൽ എവിടെയാണോ തെറ്റ് വന്നിട്ടുള്ളത് അവിടെ നമുക്ക് അവിടെ നമുക്ക് പോയിട്ട് ആ തെറ്റ് തിരുത്താം. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ഷീറ്റിൽ നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് മാറ്റം വരുത്താം. മുമ്പുള്ളതാണെങ്കിൽ നമുക്കതിനെ റീസ്റ്റേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം അവിടെ എഴുതി കൊടുത്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? റീസ്റ്റേറ്റ് ചെയ്താൽ മതി. മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ സമയത്ത് തന്നെ അതിലെ മാറ്റങ്ങൾ വരുത്താം. എന്തായാലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതില് മാറ്റം വരുത്താൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 പ്രകാരം നമുക്ക് സാധിക്കും. ദെൻ റെട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റിൽ വരുന്ന ലിമിറ്റേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ പറയാം. അതിൽ വരുന്ന ഏറ്റവും വലിയ ലിമിറ്റേഷൻ ആണ് ദാറ്റ് ഈസ് ഇംപ്രാക്ടിക്കബിൾ. അതായത് ഇംപ്രാക്ടിക്കബിൾ ആവുന്ന സമയം, അതായത് മുമ്പുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പ്രസന്റ് ചെയ്തതിൽ വന്ന വ്യത്യാസങ്ങള്, ഓപ്പണിംഗ് ബാലൻസ്, അസറ്റിന്റെയും ലയബിലിറ്റിയിലും ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ നമുക്ക് അതിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ അതിന് ഇംപ്രാക്ടിക്കബിൾ ആണ്. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ദെൻ ഇനി ക്യുമുലേറ്റീവ് എഫക്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ, അതായത് തുടർന്ന് പോണ ഒരു കാര്യത്തിലൂടെ ഇങ്ങനെ തുടർന്ന് പോകുന്ന കാര്യങ്ങളാണെങ്കിലും റിട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റ് നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാ സ്റ്റേറ്റ്മെന്റിലും വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇംപ്രാക്ടിക്കബിൾ ആണ്. ഈ രണ്ട് കാര്യമാണ് റിട്രോസ്പെക്റ്റീവ് റീസ്റ്റേറ്റ്മെന്റിൽ വരുന്ന ലിമിറ്റേഷൻസ്. ഓക്കെ. അപ്പൊ നമ്മുടെ ആ പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ എസ്റ്റിമേറ്റും എറേഴ്സും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 പ്രകാരം ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.